നമസ്കാരം. മലയാള സിനിമാ പ്രേമികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല. പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല. വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അടുത്തിടെ നടൻ ഇവിടെ നിന്നും താമസം മാറിയിരുന്നു. വൈക്കത്തേക്കാണ് ബാല താമസം മാറിയത്. ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു. മാത്രമല്ല, താരത്തിന്റേതായ അവിടെ നിന്നുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ബാലയുടെ പിറന്നാൾ ദിനം ആഘോഷമാക്കിയിരുന്നു. ഗോകുലയുമായുള്ള വിവാഹത്തിന് ശേഷം വന്ന പിറന്നാൾ അത്യന്തം ആഘോഷിച്ചിരുന്നു ബാല. പുതുജന്മമാണ്, അത് ഇങ്ങനെ ഭാര്യയ്ക്കൊപ്പം ചേർന്ന് നിന്ന് ആഘോഷിക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുണ്ടെന്നും ബാല പ്രതികരിച്ചു. അതേസമയം തന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു 100 വർഷക്കാലം ആരോഗ്യത്തോടെ ജീവിക്കാനാണ് തന്റെ പ്രാർത്ഥനയെന്നും ആഗ്രഹമെന്നും ഗോകുല പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി മുൻപോട്ട് പോവുകയാണ്. അവിടേക്ക് പ്രശ്നമുണ്ടാക്കി ഇനി അവർ വന്നാൽ, മാമനെ കുറിച്ച് മോശം പറഞ്ഞാൽ ഉറപ്പായും അത് ഞാൻ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഗോകുല പറഞ്ഞത്. വിവാഹശേഷം ആദ്യമായിട്ടാണ് ഗോകുല മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്നും കോൺഫിഡൻസോടെ സംസാരിക്കുന്നതെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഗോകുലയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ സന്തോഷത്തോടെയാണ് പോകുന്നത്. ഇത്രയും നാളും സൈലന്റ് ആയിരുന്ന സ്ത്രീ വന്ന് എന്തൊക്കെയോ തെറ്റായി പറയുകയാണ്. ഞങ്ങൾ നന്നായി പോവുകയാണ്. ഞങ്ങളെ ദ്രോഹിക്കാതെ സ്വന്തം ജോലി നോക്കി പോവുക. ഒരു കാര്യവുമില്ലാതെ മാമയെ പറ്റി അനാവശ്യം കാര്യങ്ങൾ പറയരുത്. ഒരു വിഷയമുണ്ട്, അത് പുറത്ത് പറയാത്തതാണ്. ഒരാളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് കരുതിയാണ് മിണ്ടാതിരിക്കുന്നത്. ഇനിയും ഇതുപോലെ സംസാരിക്കുന്നത് തുടർന്നാൽ ഞാൻ മിണ്ടാതിരിക്കില്ല. മാമയുടെ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ വെളിപ്പെടുത്തും. എനിക്ക് സത്യമെല്ലാം അറിയുന്നതാണ്. അവരെക്കുറിച്ചുള്ള വലിയ രഹസ്യവും എനിക്കറിയാം. ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നാൽ ഞാൻ അത് തുറന്നു പറയും. ഗോകുല പറഞ്ഞത് ഇങ്ങനെയാണ്. താനും ഭാര്യ ഗോകുലയും സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നും എന്നാൽ ചിലർ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ബാല പറഞ്ഞു. നിൽക്കേണ്ടവർ നിൽക്കേണ്ടിടത്ത് നിൽക്കണം. യാതൊരു കാര്യവുമില്ലാതെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അതിന് മുതിരരുതെന്നും ബാല പറഞ്ഞു. ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 3 വയസ്സിൽ ഞാൻ ഇവളെ കയ്യിലെടുത്തതാണ്. പക്ഷെ അവളുടെ മനസ്സിൽ അവൾ തീരുമാനിച്ചു ഞാനാണ് അവളുടെ ഭർത്താവെന്ന്. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് വിവാഹം കഴിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് കാണുന്നു, പെട്ടെന്ന് പ്രണയിക്കുന്നു എന്നതല്ല. സ്നേഹം എന്ന് പറയുന്നത് താനേ വരും, ചിത്രശലഭം പോലെയാണ്. ഗോകുല സാധാരണ ഒരു വ്യക്തിയാണ്, ഡോക്ടറല്ല. എന്നിട്ടും എന്നെ 3 മാസം നന്നായി നോക്കി. ഒരു കോഫി ഷോപ്പ് ഓണർ ആയിരുന്നു ഗോകുല. അത് വിട്ടിട്ടാണ് അവൾ ഇവിടേക്ക് എനിക്ക് വേണ്ടി വന്നത്. അങ്ങനെ ഒരു മനസ്സ് ഈ ജനറേഷനിൽ ആർക്കും കാണില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഭാഗ്യവാനാണ്. ഇതെന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് അല്ല, ഇതാണ് എന്റെ ജീവിതം. എന്റെ സന്തോഷത്തെ കെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആരെയും ശല്യപ്പെടുത്താനില്ല, പക്ഷേ എന്നെ ശല്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമാണ്. എല്ലാത്തിനും ഞാൻ പ്രതികരിക്കുകയാണ്, അല്ലാതെ ഞാനായിട്ടല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നെ വേദനിപ്പിക്കുന്നത് കൂടുമ്പോൾ ഞാൻ പ്രതികരിക്കുകയാണ് പതിവ്. അങ്കണവാടി ഞാൻ ആരംഭിച്ചു. നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായി. ഞാൻ ആത്മാർത്ഥമായി ചെയ്തതാണ്. ഗോകുല ഇനി ക്ലിനിക് പണിയാൻ പോവുകയാണ്. അന്നും വിവാദങ്ങൾ ഉണ്ടാക്കുമോ? ഇതാണോ ന്യായം? നിൽക്കേണ്ടവർ നിൽക്കേണ്ടിടത്ത് നിൽക്കണമെന്നും ബാല പറഞ്ഞു. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത്. എലിസബത്തിനെ ഗോകുല ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് തനിക്ക് ഭീഷണി സന്ദേശം ലഭിക്കുന്നുണ്ടെന്ന് എലിസബത്ത് പറഞ്ഞതെന്നും കമന്റിൽ പറയുന്നു. മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ഇപ്പോൾ എലിസബത്തിനായോ കുറ്റം? ബാല, നിങ്ങൾ തന്നെയല്ലേ എലിസബത്താണ് എന്നെ ഇപ്പോൾ പൊന്നുപോലെ നോക്കുന്നത് എന്നും ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെയുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിരുന്നത്. അവരുള്ളത് കൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്നും പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഈ കഥാപാത്രം എവിടുന്ന് വന്നു? ഇപ്പോൾ എലിസബത്ത് ആരായി? മനുഷ്യർ എന്താണ് ഇങ്ങനെ സ്വാർത്ഥരാകുന്നത്? കഷ്ടം, കമന്റിൽ പറയുന്നു. തനിക്ക് ഓട്ടിസം ആണെന്നും കുട്ടികൾ ഉണ്ടാകില്ലെന്നും ഒക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ടെന്നും ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും എലിസബത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഭീഷണിപ്പെടുത്തി വീഡിയോ ചെയ്യിക്കുന്നത് നിർത്താമെന്ന് ആരും കരുതണ്ട എന്നായിരുന്നു എലിസബത്ത് വ്യക്തമാക്കിയത്.